എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കിതിൻ്റെ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഡൗൺലോഡിംഗ് JDK, the Android SDK requires JDK 5 or higher. ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം JDK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. JDK എന്ന് പറഞ്ഞാൽ എന്താണ്? ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ്. ആൻഡ്രോയിഡ് SDKക്ക് JDK 5 ഹയർ വേർഷനോ ആവശ്യമാണ്. ആഫ്റ്റർ ഇൻസ്റ്റാളിംഗ് സെറ്റ് പാത്ത് വേരിയബിൾസ്. JDK ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പാത്ത് വേരിയബിൾസ് സെറ്റ് ചെയ്യണം. ഡൗൺലോഡ് ദി എക്ലിപ്സ് IDE. ദെൻ എന്ത് ചെയ്യണം? എക്ലിപ്സ് IDE ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡിംഗ് ദി ആൻഡ്രോയിഡ് SDK. ദി SDK കണ്ടെയ്ൻസ് 2 parts: ബേസ് ടൂൾസ് ആൻഡ് പാക്കേജസ്. അതിനുശേഷം SDK ഡൗൺലോഡ് ചെയ്യണം. SDK എന്താണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. അപ്പോൾ SDKക്ക് 2 പാർട്സ് ആണ് ഉണ്ടാവുക. ഒരു ബേസ് ടൂളും പിന്നെ ഒരു പാക്കേജും. ദി ടൂൾസ് പാർട്ട് ഇൻക്ലൂഡ്സ് ആൻ എമുലേറ്റർ ആൻഡ് എ സെറ്റപ്പ് യൂട്ടിലിറ്റി ടു ഇൻസ്റ്റാൾ ദി പാക്കേജസ്. ടൂൾസ് പാർട്ടിലുള്ളതാണ് എമുലേറ്റർ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ്. ദി പാക്കേജസ് ആർ ദി ഫയൽസ് സ്പെസിഫിക് ടു എ പർട്ടിക്കുലർ വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഓർ എ പർട്ടിക്കുലർ ആഡ് ഓൺ ടു എ പ്ലാറ്റ്ഫോം. ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പർട്ടിക്കുലർ വേർഷനായിട്ട് ബന്ധപ്പെട്ട ഫയൽസ് ആണ് പാക്കേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പാത്ത് എൻവയോൺമെൻറ്റൽ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്ത് ADT ഇൻസ്റ്റാൾ ചെയ്യണം. ADT എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ടൂൾസ്. അപ്പോൾ നമ്മൾ എക്ലിപ്സ് IDE ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക? ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്രം എക്ലിപ്സ് യു ക്യാൻ ലോഞ്ച് ദി SDK മാനേജർ. എക്ലിപ്സിൽ നിന്ന് നമുക്ക് SDK മാനേജർ ലോഞ്ച് ചെയ്യാൻ കഴിയും. അതിന് വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് ആൻഡ്രോയിഡ് SDK മാനേജർ ചൂസ് ചെയ്താൽ മതി. എക്ലിപ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കൂടെ ഡിസ്കസ് ചെയ്യണം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ is the official integrated development environment for ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ്. എക്ലിപ്സ് ഒക്കെ പോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു IDE ആണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ IDE ആണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഇറ്റ് ഈസ് based on the IntelliJ IDEA, a Java integrated development environment for software and incorporates its code editing and developer tools. ഇത് IntelliJ IDEAയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ജാവ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഫസ്റ്റ് വേർഷൻ 1.0 റിലീസ് ചെയ്തത് 2014 ഡിസംബറിലാണ്. ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 3 സോഫ്റ്റ്വെയർസാണ് ആവശ്യമുള്ളത്. JDK, SDK, അതുപോലെ എക്ലിപ്സ് IDE. എക്ലിപ്സ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എക്ലിപ്സ് IDE ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫോൾഡർ ഉണ്ടാക്കി, ആൻഡ്രോയിഡ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി. ആ ഫോൾഡറിലാണ് 3 സോഫ്റ്റ്വെയറും പ്ലേസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? JDK ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. JDK ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി JDK ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം JDK സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ JDKയുടെയും അതുപോലെ JREയുടെയും പാത്ത് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്രോഗ്രാം ഫയൽസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് JDKയുടെ ഫയൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബിന്നിൽ പറഞ്ഞ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ടോപ്പിൽ നിന്ന് അതിൻ്റെ പാത്ത് കോപ്പി ചെയ്യാൻ പറ്റും. നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിളിലേക്ക് എൻ്റർ ചെയ്യുക. അവിടെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് താഴെ പാത്ത് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ന്യൂ ക്ലിക്ക് ചെയ്യുക. അവിടെ ആ പാത്ത് പേസ്റ്റ് ചെയ്യുക. ഇതേപോലെ JREയുടെയും പാത്ത് പേസ്റ്റ് ചെയ്യുക. JREയുടെ ഫോൾഡറിലേക്ക് എൻ്റർ ചെയ്യുക.
ബിന്നിൽ ക്ലിക്ക് ചെയ്യുക, പാത്ത് കോപ്പി ചെയ്യുക, അതേപോലെ എൻവയോൺമെൻറ്റ് വേരിയബിളിൽ കൊണ്ടുപോയിട്ട് പാത്ത് പേസ്റ്റ് ചെയ്യുക. സോ നമ്മൾ JDKയുടെയും JRIയുടെയും പാത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ SDK ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി SDK ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം SDK ഫോൾഡറിൽ കയറിയിട്ട് SDK മാനേജറിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ SDK സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഐഡിയ ആയ എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. എക്ലിപ്സ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു യൂസർ ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുക. ഇവിടെ നമുക്കൊരു പുതിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് ന്യൂ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ആപ്ലിക്കേഷന് നെയിം കൊടുക്കുക. ഞാനിവിടെ സ്ലേറ്റ് ആൻഡ് പെൻസിൽ എന്നാണ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ വേണമെങ്കിൽ ഐക്കണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു ബ്ലാങ്ക് ആക്ടിവിറ്റി ചൂസ് ചെയ്യുക. ദെൻ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് XML പാർട്ടും അതുപോലെ തന്നെ ജാവ കോഡിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റെഡിയാണ്. ഇനീഷ്യലി ഇതൊന്ന് ലോഡ് ചെയ്ത് വരാൻ കുറഞ്ഞൊരു സമയം എടുക്കും. ഇങ്ങനെയാണ് നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്നത്.